വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജും അഭിനയിക്കുന്ന പുതിയ സിനിമയാണ്. നമുക്കിന്ന് പടം കണ്ടിട്ട് അതിൻ്റെ ബാക്കി അഭിപ്രായത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പടം കണ്ടിട്ട് വരാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ വരാം. അതെ, സിനിമ എങ്ങനെയായിരുന്നു? നല്ല സിനിമയായിരുന്നു. പടം കണ്ടായിരുന്നു? അടിപൊളി പടമായിരുന്നു. കോമഡി ആയിട്ട് ഫീൽ ചെയ്തോ? കോമഡിയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയൊക്കെ എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. അടിപൊളി പടമാണ് അല്ലേ? ഓക്കെ, ഏട്ടാ പടം കണ്ടായിരുന്നു? നല്ല പടമാണ്. ഓക്കെ ഓക്കെ, ഏട്ടാ പടം കണ്ടായിരുന്നു? നല്ല പടം. നല്ല പടം കണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, പൃഥ്വിരാജ് അഭിനയം ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ മൊത്തത്തിൽ എന്താ ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്? ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പടം കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പടത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത് വിപിൻ ദാസ് ഫിലിംസിൽ ഇറങ്ങിയ ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജും ബേസിൽ ജോസഫും തകർത്തഭിനയിച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റ്, ഒരു ഹാഫ് വരെ ഇൻ്റർവെൽ വരെ തകർത്ത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ബേസിൽ പൃഥ്വിരാജ് കോംബോ നല്ല അടിപൊളിയായിട്ട് ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം മലയാളം എൻ്റർടൈൻമെൻറ്റ് നമ്മളെ സിനിമയെ പിടിച്ചിരുത്തി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ വർഷം ഇറങ്ങിയ ഏറ്റവും നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അഭിനയം എന്താ പറയുക, ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ആയാലും ശരി, ബേസിൽ ജോസഫ് ആയാലും ശരി, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സംഭവങ്ങളും പല മെമ്മറിക്കൽ മൂവീസിൻ്റെ എഫക്റ്റ് ഇതിനകത്ത് കയറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയാണ്. അടിപൊളിയായിട്ട് വന്ന് നമ്മളെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ഈ പടം ഫുള്ളായിട്ട് നമ്മളെ കൊണ്ടുപോയി തീർത്ത് നമുക്ക് പറയേണ്ടി വരും. ആ തരത്തിലാണ് ഈ മൂവി നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. സുപ്രിയ മേനോൻ പ്രൊഡക്ഷൻസാണ് മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി മൂവി, നമുക്കൊന്നും പറയാല്ല. എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. അപ്പോൾ അടുത്തൊരു മൂവിയായിട്ട് പിന്നെയും കാണാം. ബൈ.